ദൈവനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. സഭയുടെ ശുശ്രൂഷകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷകളിൽ ഒന്നാണ് പൗരോഹിത്യ ശുശ്രൂഷ. പൗരോഹിത്യത്തിലേക്ക് തിരഞ്ഞെടുക്കുന്നതും നിയോഗിക്കുന്നതും ദൈവമാണ് എന്നതാണ് ഈ ശുശ്രൂഷയെ ഏറ്റവും ശ്രേഷ്ഠമാക്കി മാറ്റുന്നത്. പഴയ പുതിയ നിയമങ്ങളിൽ പൗരോഹിത്യ ശുശ്രൂഷ നമുക്ക് പ്രകടമായിട്ട് കാണുവാൻ കഴിയും. പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ അത് പാരമ്പര്യങ്ങളിലൂടെ കൈമാറി കടന്നു വന്നതാണ്. ലേവ്യ ഗോത്രത്തെ പുരോഹിത ഗോത്രമായിട്ട് ദൈവം തിരഞ്ഞെടുക്കുകയും അവരിലൂടെ പൗരോഹിത്യ ശുശ്രൂഷകൾ നിർവഹിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പഴയ നിയമത്തിൽ ലേവ്യ ഗോത്രത്തെ പൗരോഹിത്യ ഗോത്രമായി തിരഞ്ഞെടുക്കുന്നതിന് മുൻപും അബ്രഹാമും ഇസഹാക്കും യാക്കോബും ഒക്കെ കൂടാരങ്ങൾ മാറ്റി അടിക്കുന്ന ഇടങ്ങളിൽ യാഗപീഠം പണിത് ദൈവത്തെ ആരാധിക്കുകയും തങ്ങളുടെ കുടുംബത്തിന് വേണ്ടി യാഗം അർപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ കനാൻ ദേശത്ത് സ്ഥിരം താമസമാക്കിയ നാൾ മുതൽ ലേവ്യ ഗോത്രത്തെ പുരോഹിത ഗോത്രമായി തിരഞ്ഞെടുക്കുകയും തലമുറകളിലേക്ക് പൗരോഹിത്യം കൈമാറുകയും ചെയ്യുന്നുണ്ട്. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ക്രിസ്തുവിലൂടെ നിയോഗിക്കപ്പെടുന്ന ശുശ്രൂഷയാണ് പൗരോഹിത്യം. അതിന് പിന്നിൽ വ്യക്തമായ ദൈവ വിളിയുണ്ട്, ദൈവീക നിയോഗമുണ്ട്. ദൈവ വിളിയോടുള്ള പ്രതികരണം അല്ലെങ്കിൽ ദൈവ വിളിയുടെ മധ്യയുള്ള സമർപ്പണമാണ് പൗരോഹിത്യത്തെ ശ്രേഷ്ഠമാക്കി മാറ്റുന്നത്. പുതിയ നിയമത്തിൽ പത്രോസിന്റെ ലേഖനത്തിലൂടെ പത്രോസ് പറയുന്നത് സകല വിശ്വാസികളും രാജകീയ പുരോഹിത വർഗവും ദൈവത്തിന്റെ ജനവുമാണ് എന്നാണ്. അങ്ങനെയെങ്കിൽ പൗരോഹിത്യം അത് പുരോഹിതന്മാർ എന്ന ഒരു വിഭാഗത്തിലേക്ക് മാത്രം മാറ്റപ്പെടുന്നതല്ല, സർവ വിശ്വാസികളെയും പൗരോഹിത്യത്തിന്റെ ഭാഗമായിട്ടാണ് പുതിയ നിയമം കണക്കാക്കുന്നത്. പ്രൊട്ടസ്റ്റന്റ് സഭകളിൽ പൗരോഹിത്യം എന്നത് ഒരു അധികാര സ്ഥാനം എന്നതിനപ്പുറമായി ശുശ്രൂഷയ്ക്കായുള്ള പ്രത്യേകമായ വിളിയും നിയോഗവുമാണ്. പ്രാർത്ഥനയോടെ ഒരുക്കത്തോടെ ആയിരിക്കുന്ന ഒരു വ്യക്തിയെ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ അവന്റെ മേൽ കരം വെച്ചുകൊണ്ട് മേൽപ്പട്ടക്കാരനും വൈദികരോടും ചേർന്ന് മേൽപ്പട്ടക്കാരൻ പറയുന്ന വാചകങ്ങൾ പ്രാർത്ഥനാ വാചകങ്ങൾ പ്രകാരമാണ്: ദൈവമേ, നിന്റെ നാമത്തിലും നിന്റെ വാഴ്ത്തപ്പെട്ട ഹിതത്തിന് അനുസരണമായും നിന്റെ വചനത്തിന്റെയും സാക്രമെന്റുകളുടെയും ശുശ്രൂഷ നടത്തുവാനും അനുതപിക്കുന്ന പാപികളോട് നിന്റെ മോചനം അറിയിക്കുവാനും നിന്റെ ആട്ടിൻകൂട്ടത്തെ മേയ്പാനും അധികാരം നൽകി ഞങ്ങൾ ഇപ്പോൾ നിന്റെ സഭയിൽ പ്രസ്ബിറ്റർ ആയി ഇദ്ദേഹത്തെ നിയോഗിക്കുന്നു. ഈ ദാസന്റെ മേൽ നിന്റെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ എന്നതാണ്. മേൽപ്പട്ടക്കാരൻ കരം വെച്ച് പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് ഒരു വ്യക്തിയെ പ്രവേശിപ്പിക്കുമ്പോൾ ഇത് അധികാരത്തിന്റെ ശുശ്രൂഷയാണ് എന്ന് ബോധ്യപ്പെടുന്നുണ്ട്. എന്നാൽ ആ അധികാരം ദൈവത്തിന്റെ ശുശ്രൂഷകനായി മാറുവാനുള്ള, ജനത്തെ ശുശ്രൂഷിപ്പാനുള്ള അധികാരമാണ്. അവരെ വചനം പഠിപ്പിക്കുവാനും നേരായ മാർഗത്തിലൂടെ നടത്തുവാനും സാക്രമെന്റുകൾക്ക് നേതൃത്വം നൽകുവാനും ദൈവത്തിന്റെ പ്രതിപുരുഷനായി വിളിക്കപ്പെട്ടവരാണ് പുരോഹിതന്മാർ. പൗരോഹിത്യ ശുശ്രൂഷ ദൈവത്തിന്റെ പ്രതിപുരുഷന്മാർ എന്നതുകൊണ്ട് തന്നെ പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ ഒരു പുരോഹിതനിലൂടെ ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുവാൻ കഴിയണം. ക്രിസ്തുവിന്റെ ശുശ്രൂഷ, ദൈവീക ശുശ്രൂഷ ലോകത്തിന് വെളിപ്പെടേണ്ടുന്നത് പൗരോഹിത്യ ശുശ്രൂഷയിലൂടെയാണ്. ഇന്ന് ദക്ഷിണേന്ത്യ സഭ ചിന്തിക്കുന്നത് ഓർഡൈൻഡ് മിനിസ്ട്രിയെ കുറിച്ചാണ്, പൗരോഹിത്യ ശുശ്രൂഷയെ കുറിച്ചാണ്. അതിന് അടിസ്ഥാനമായിട്ട് നൽകിയിരിക്കുന്ന ചിന്താവിഷയം പൗരോഹിത്യ ശുശ്രൂഷ ക്രിസ്തുവിന്റെ സുഗന്ധം എന്നതാണ്. പൗരോഹിത്യ ശുശ്രൂഷ ക്രിസ്തുവിന്റെ സുഗന്ധം. ഓർഡൈൻഡ് മിനിസ്ട്രി ഫ്രാഗ്രൻസ് ഓഫ് ക്രൈസ്റ്റ്. രാജകീയ പുരോഹിത വർഗമായും ദൈവത്തിന്റെ സ്വന്തം ജനമായും നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുമ്പോൾ എങ്ങനെയാണ് ക്രിസ്തുവിന്റെ സുഗന്ധമായി ഈ ലോകത്തിന്റെ മധ്യേ നമുക്ക് നിലനിൽക്കുവാനായിട്ട് കഴിയുക? പൗരോഹിത്യ ശുശ്രൂഷ എങ്ങനെയാണ് ക്രിസ്തുവിന്റെ സുഗന്ധമായിട്ട് മാറുന്നത്? നാം പാഠമായി വായിച്ചു കേട്ട പഴയ നിയമവേദ ഭാഗം പുറപ്പാട് പുസ്തകം 29 അധ്യായം 1 മുതൽ 9 വരെയുള്ള വേദഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒന്നാമതായി വേദഭാഗം നമുക്ക് നൽകുന്ന ചിന്ത പൗരോഹിത്യ ശുശ്രൂഷ വിശുദ്ധിയുടെ സുഗന്ധം എന്നതാണ്. പൗരോഹിത്യ ശുശ്രൂഷ വിശുദ്ധിയുടെ സുഗന്ധം. ക്രിസ്തുവിന്റെ സുഗന്ധം ലോകത്തിന് വെളിപ്പെടുത്തേണ്ടുന്നത് പൗരോഹിത്യ ശുശ്രൂഷയിലൂടെയാണ്. പുറപ്പാട് പുസ്തകം 29 അധ്യായം അഹരോനെയും അഹരോന്റെ പുത്രന്മാരെയും പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായി അഭിഷേകം ചെയ്യുന്ന ഭാഗമാണ്. 28 അധ്യായം മുതൽ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ വളരെ വ്യക്തമായി വേദഭാഗത്തിൽ നമുക്ക് കാണുവാൻ കഴിയും.
മോശയിലൂടെ യഹോവയായ ദൈവം ജനതയോട് പറയുകയാണ്, പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായി അഹരോനെയും അഹരോന്റെ പുത്രന്മാരെയും ഒരുക്കുക. അതിനായി ജ്ഞാനാത്മാവ് നിറഞ്ഞ ജ്ഞാനികളെ പൗരോഹിത്യ വസ്ത്രം, വിശുദ്ധ വസ്ത്രവും മറ്റും തുന്നുവാനായിട്ട് അവരെ ഏൽപ്പിക്കുകയാണ്. അവരോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഏഫോദ് തുന്നണം, അതോടൊപ്പം പതക്കം ഉണ്ടാക്കണം, നീലക്കുപ്പായം, ചിത്രത്തയ്യലുള്ള നീലയങ്കി, മുടി, നടുക്കെട്ട് ഉൾപ്പെടെയുള്ള വിശുദ്ധ വസ്ത്രം ഒരുക്കുവാനായി ജ്ഞാനാത്മാവുള്ള ജ്ഞാനികളെ നിയോഗിക്കുകയാണ്. ഏഫോദിന്റെ നിർമ്മാണത്തെക്കുറിച്ച് അത് എങ്ങനെ തുന്നണമെന്നും ഏതൊക്കെ നൂലുകൾ അതിൽ ചേർക്കണമെന്നും ഏതൊക്കെ വിധത്തിലാണ് അതിന്റെ ഓരോ ഭാഗങ്ങളും നിർമ്മിക്കേണ്ടതെന്നും വളരെ വ്യക്തമായിട്ട് പുറപ്പാട് പുസ്തകം 28-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ സ്ഥലത്തേക്ക് ഏഫോദും ധരിച്ചുകൊണ്ട് ഒരു പുരോഹിതൻ പ്രവേശിക്കുമ്പോൾ ആ പുരോഹിതൻ ജനത്തിന്റെ പ്രതിനിധിയായിട്ട് പ്രകാരം മാറണമെന്നും എങ്ങനെയാണ് ദൈവത്തിന്റെ പ്രതിപുരുഷനായിട്ട് മാറുന്നുവെന്നും അശുദ്ധിയോടെയാണ് അവിടേക്ക് പ്രവേശിക്കുന്നു എങ്കിൽ എന്തൊക്കെയാണ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് എന്നും വളരെ വ്യക്തമായിട്ട് ആ വേദഭാഗത്തിൽ ചിത്രീകരിക്കുന്നുണ്ട്. വിശുദ്ധ വസ്ത്രം തുന്നുവാനായി ജ്ഞാനാത്മാവുള്ള ജ്ഞാനികളെ ഏൽപ്പിക്കുന്ന ദൈവം. വീണ്ടും 29-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ ശുശ്രൂഷയ്ക്കായിട്ട് അവരെ ശുദ്ധീകരിക്കേണ്ടതിനെ കുറിച്ച് വേദപുസ്തകം രേഖപ്പെടുത്തുകയാണ്. അവർക്കായി പാപ പരിഹാര യാഗം ഒരുക്കണം. വെള്ളം ഉപയോഗിച്ച് അവരെ തന്നെ ശുദ്ധീകരിക്കണം. ഈ ശുദ്ധീകരണം കഴിഞ്ഞു കഴിഞ്ഞാൽ, പാപപരിഹാര യാഗം അർപ്പിക്കപ്പെട്ട് ശുദ്ധീകരണം കഴിഞ്ഞാൽ, ഈ വിശുദ്ധ വസ്ത്രം ഏഫോദ് അവരെ ധരിപ്പിച്ച് അവരുടെ മേൽ അഭിഷേകത്തിന്റെ തൈലം ഒഴിച്ച് ദൈവീക അഭിഷേകത്താൽ അവരെ നിറയ്ക്കുക എന്നതാണ്. പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് അഹരോനെയും പുത്രന്മാരെയും പ്രവേശിപ്പിക്കുമ്പോൾ ആ നിർദ്ദേശങ്ങളിൽ ഉടനീളം നിലനിൽക്കുന്നത് ഒരു ശുദ്ധീകരണമാണ്, വിശുദ്ധീകരണമാണ്. കാരണം അഹരോനും പുത്രന്മാരും വിളിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധനായ ദൈവത്തിന്റെ ശുശ്രൂഷകരായിട്ടാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധിയോടെ അല്ലാതെ ഒരിക്കലും ഈ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് മാറുവാൻ കഴിയില്ല. പ്രിയ ദൈവജനമേ, ക്രിസ്തുവിന്റെ സുഗന്ധം ലോകത്തിന് വെളിപ്പെടുത്തണമെങ്കിൽ പൗരോഹിത്യ ശുശ്രൂഷ അത് വിശുദ്ധിയുടെ ശുശ്രൂഷ ആയിരിക്കണം. വിശുദ്ധിയില്ലാതെ ഒരിക്കലും ലോകത്തിന്റെ മധ്യേ ക്രിസ്തുവിന്റെ സുഗന്ധമായിട്ട് മാറുവാൻ നമുക്ക് കഴിയില്ല. അഴുക്കുകളും ദുർഗന്ധങ്ങളും നിറഞ്ഞ ഒരു ലോക സാഹചര്യത്തിൽ ശുദ്ധിയുടെ വിശുദ്ധിയുടെ മാർഗത്തിലൂടെ അല്ലാതെ ഒരിക്കലും ക്രിസ്തുവിന്റെ സുഗന്ധമായി നമുക്ക് മാറുവാനായിട്ട് കഴിയുകയില്ല. പുറപ്പാട് 28-29 അധ്യായങ്ങൾ ശാരീരികവും ആത്മീയവുമായി ഒരു പുരോഹിതന് വേണ്ടുന്ന ശുദ്ധീകരണത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുകയാണ്. ഈ വേദഭാഗം എന്ത് ബോധ്യമാണ് ഈ പ്രഭാതം നമുക്ക് നൽകുന്നത്? ദൈവം തനിക്കായി, തന്റെ ശുശ്രൂഷയ്ക്കായി ആരെ ഉപയോഗിച്ചാലും ശുദ്ധീകരണത്തിലൂടെയാണ് അവരെ ആ ദൗത്യത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. അശുദ്ധിയോടെ, വിശുദ്ധീകരണമില്ലാതെ, ശുദ്ധിയില്ലാതെ ഒരിക്കലും ദൈവീക ശുശ്രൂഷയുടെ ഭാഗമായിട്ട് മാറുവാൻ നമുക്ക് കഴിയില്ല. ദൈവത്തിന്റെ സുഗന്ധം, ക്രിസ്തുവിന്റെ സുഗന്ധം ലോകത്തിന് പകർന്നു നൽകുവാനും കഴിയുകയില്ല. മോശയ്ക്ക് ദൈവം വെളിപ്പാട് നൽകുമ്പോൾ മോശയോട് പറയണം, മോശേ, നീ നിൽക്കുന്നയിടം വിശുദ്ധ ഭൂമിയാണ്, അതുകൊണ്ട് അശുദ്ധി നിറഞ്ഞ, അഴുക്കു നിറഞ്ഞ നിന്റെ ചെരുപ്പ് ഊരുക, ചെരുപ്പ് മാറ്റുക. അശുദ്ധിയോടെ ഒരു പുരോഹിതൻ വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ചാൽ അവൻ അവിടെ മരിച്ചു വീഴും എന്നതാണ് പഴയ നിയമത്തിലെ ദൈവീക കൽപ്പന. അത്രത്തോളം വിശുദ്ധിയോടെ പരിപാവനമായി കണ്ടിരുന്ന ഒരു ശുശ്രൂഷയാണ് ദൈവീക ശുശ്രൂഷ, പൗരോഹിത്യ ശുശ്രൂഷ. പുരോഹിതനായി അതിവിശുദ്ധ സ്ഥലത്ത് ധൂപം കാട്ടുവാനായിട്ട് ഒരുങ്ങേണ്ടുന്ന ഒരു വ്യക്തി മാസങ്ങൾക്ക് മുമ്പേ തന്നെ ശുദ്ധീകരിച്ച് വളരെ വിശുദ്ധിയോടെ, വളരെ ഒരുക്കത്തോടെ, പ്രാർത്ഥനയോടെയാണ് അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നത്. ഇന്ന് ഈ വിശുദ്ധീകരണം ഈ ആധുനിക കാലഘട്ടത്തിൽ പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ ദൈവ ജനത്തിലും ദൈവീക ശുശ്രൂഷകരിലും ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ വിശുദ്ധീകരണത്തിലൂടെയാണ് ലോകത്തിന്റെ മധ്യേ ക്രിസ്തുവിന്റെ സുഗന്ധമായിട്ട് മാറുവാനായിട്ട് കഴിയുന്നത്. പ്രിയ ദൈവജനമേ, നമ്മെ തന്നെ സ്വയം ശോധന ചെയ്യേണ്ടുന്ന നിമിഷങ്ങളാണ്, കാലഘട്ടങ്ങളാണ് ഈ കാലഘട്ടം. ക്രിസ്തുവിന്റെ സുഗന്ധമായി മാറുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? എവിടെയെങ്കിലുമൊക്കെ അശുദ്ധികളിലൂടെ, അഴിമതികളിലൂടെ നമ്മുടെ ജീവിതങ്ങൾ നടന്നു നീങ്ങുമ്പോൾ പുറമേ ഇട്ടിരിക്കുന്ന വെള്ളവസ്ത്രങ്ങൾ അഴുക്കു നിറഞ്ഞ അശുദ്ധിയുടെ കറപുരണ്ട അനുഭവങ്ങളാണെങ്കിൽ ഒരിക്കലും ക്രിസ്തുവിന്റെ സുഗന്ധമല്ല ഈ ലോകത്തിന് നാം പകർന്നു നൽകുന്നത്. എവിടേക്കോ
ചില ദുർഗന്ധങ്ങളുടെ ഭാഗമായിട്ട് നാമും മാറിപ്പോകുന്നുണ്ട്. ക്രൈസ്തവ പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ കർത്താവ് ഒരു വിശുദ്ധമായ ജീവിതത്തിനായിട്ട് നമ്മെ ക്ഷണിക്കുകയാണ്. ഈ ലോകത്തിന്റെ മധ്യേ വിശുദ്ധിയുടെ സുഗന്ധമായിട്ട് മാറുവാൻ നമുക്ക് കഴിയണം. എഫെസ്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ എഫെസ്യർക്ക് ലേഖനം 5-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വേദഭാഗങ്ങളിലൂടെ പൗലോസ് അപ്പോസ്തലൻ എഫെസ്യ സഭയോട് പറയുന്നത് പൗരോഹിത്യ ശുശ്രൂഷ അത് സ്നേഹത്തിന്റെ സുഗന്ധമെന്നാണ്. പൗരോഹിത്യ ശുശ്രൂഷ അത് സ്നേഹത്തിന്റെ സുഗന്ധമാണ്. എഫെസോസിലെ സഭ ഏകദേശം 3 വർഷകാലം ആ ദേശത്ത് പാർത്ത് പൗലോസ് ശുശ്രൂഷ അർപ്പിച്ച ഇടമാണ് എഫെസോസിലെ സഭ. പൗലോസ് ഇന്ന് കാരാഗ്രഹത്തിലാണ്. എന്നാൽ ആ സഭയിൽ സംഭവിച്ചിരിക്കുന്ന ആത്മീകമായ പതനങ്ങളും ധാർമ്മികമായ തകർച്ചകളും തിരിച്ചറിഞ്ഞ് ആ സഭയെ ക്രിസ്തുവിങ്കിലേക്ക്, ദൈവത്തിങ്കിലേക്ക്, ലോകത്തിന്റെ മധ്യേ സാക്ഷ്യമുള്ള ഒരു സഭയായിട്ട് വീണ്ടും ഉയർത്തുവാനായി ആ സഭയ്ക്ക് എഴുതുന്ന ലേഖനമാണ് എഫെസ്യർക്ക് എഴുതിയതായ ലേഖനം. ആ ലേഖനം 5-ാമത്തെ അധ്യായത്തിൽ പൗലോസ് സഭയ്ക്ക് നൽകുന്ന വലിയ ആത്മീയമായ ഉപദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്രിസ്തുവിന്റെ സുഗന്ധമായിട്ട് മാറുക എന്നതാണ്. സ്നേഹത്തിന്റെ ഗന്ധമായി, സ്നേഹത്തിന്റെ സുഗന്ധമായിട്ട് മാറുക എന്നതാണ്. എഫെസോസ് എന്ന് പറയുന്നത് ഒരു വാണിജ്യ നഗരമാണ്. സാമ്പത്തികമായി ഉയരങ്ങളിൽ നിൽക്കുന്ന ഒരു ജനതയാണ്. അതോടൊപ്പം തന്നെ ധാർമ്മികമായും തകർന്നുപോയ ഒരു സമൂഹമായി എഫെസോസിലെ സഭയും ദേശവും മാറ്റപ്പെടുന്നുണ്ട്. ക്രിസ്തുവിൽ നിന്നും ക്രിസ്തുവിന്റെ ഉപദേശങ്ങളിൽ നിന്നും മാറി നടക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ, പലപ്പോഴും അസത്യം പറയുന്നവരായി, തങ്ങളുടെ നേട്ടങ്ങൾക്കും തങ്ങളുടെ ലാഭങ്ങൾക്ക് വേണ്ടി അസത്യം പറയുന്നവരായി ക്രൈസ്തവ വിശ്വാസികൾ പോലും മാറിയ ഒരു സാഹചര്യം. സ്നേഹമില്ലാതെ, വിനയമില്ലാതെ, താഴ്മയില്ലാതെ, അഹങ്കാരത്തിന്റെയും ജ്ഞാനെന്ന ഭാവത്തിന്റെയും അനുഭവങ്ങളിലൂടെ ജനം കടന്നു പോകുമ്പോൾ ദാസന്മാരും യജമാനന്മാരും ഉൾപ്പെടെ എല്ലാവരും തെറ്റിലേക്ക് കടന്നു പോകുന്ന ഒരു കാലഘട്ടങ്ങളിൽ ഓരോരുത്തർക്കുമുള്ള വ്യക്തമായ ഉപദേശം പൗലോസ് ലേഖനത്തിലൂടെ നൽകുന്നുണ്ട്. പൗലോസ് സഭയോട് പറയുന്നത് വിനയത്തോടെ നടക്കുവാനാണ്, താഴ്മയോടെ നടക്കുവാനാണ്, ദീർഘക്ഷമയോടെ നടക്കുവാനാണ്, സൗമ്യതയോടെ നടക്കുവാനാണ്, സന്തോഷത്തോടെ സമാധാനത്തോടെ നടക്കുവാനാണ്. 4-ാമത്തെ അധ്യായത്തിൽ ഈ വിധത്തിൽ വിനയത്തോടെ, സ്നേഹത്തോടെ, ക്ഷമയോടെ നടക്കുവാനായിട്ട് സഭയെ ആഹ്വാനം ചെയ്യുന്ന പൗലോസ് 5-ാമത്തെ അധ്യായത്തിൽ സഭയോട് പറയുകയാണ്, ദൈവത്തെ അനുകരിക്കുക. ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. പൗലോസ് പറയുന്നു, നിങ്ങളിലൂടെ ലോകത്തിന്, ദേശത്തിന് ദൈവത്തെ, ക്രിസ്തുവിനെ കാണുവാൻ, ക്രിസ്തുവിനെ തിരിച്ചറിയുവാനായിട്ട് കഴിയണം. എങ്ങനെയാണ് ചില മക്കളെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് മാതാപിതാക്കളെ ഓർക്കുവാനായിട്ട് കഴിയുന്നത്? മക്കൾ പലരും മാതാപിതാക്കളെ കണ്ടു വളർന്നവരാണ്. അവരുടെ വാക്കുകളും അവരുടെ ശീലങ്ങളും അവരുടെ പ്രവൃത്തികളും പലപ്പോഴും മക്കളുടെ ജീവിതങ്ങളെ സ്വാധീനിക്കാറുണ്ട്. ചില മക്കളെങ്കിലും മാതാപിതാക്കളുടെ മുഖങ്ങൾ പോലും പ്രതിഫലിപ്പിക്കുന്നവരാണ്. ചിലരുടെയൊക്കെ നടപ്പും വാക്കും പ്രവൃത്തിയും മാതാപിതാക്കളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എത്രത്തോളമാണോ മക്കൾ മാതാപിതാക്കളെ ശ്രദ്ധിക്കുന്നത്, അവരുടെ ജീവിത ചര്യകളെ തങ്ങളുടെ ശീലങ്ങളുടെ ഭാഗമാക്കി മാറ്റുന്നത്, മാതാപിതാക്കൾ അവരിലൂടെ പ്രതിഫലിപ്പിക്കപ്പെടുകയാണ്. പൗലോസ് അപ്പോസ്തലൻ സഭയോട് പറയുകയാണ്, പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിക്കുക. ഈ ലോകം ദൈവത്തെ കാണേണ്ടുന്നത്, ദൈവത്തെ തിരിച്ചറിയേണ്ടുന്നത് നിങ്ങളിലൂടെയാണ്. എങ്ങനെയാണ് നമുക്ക് ദൈവത്തെ അനുകരിക്കുവാനായിട്ട് കഴിയുന്നത്? വീണ്ടും പൗലോസ് പറയുന്നുണ്ട്, ക്രിസ്തു എങ്ങനെയാണോ സ്നേഹിച്ചത് ആ സ്നേഹം നിങ്ങളിലും ഉണ്ടാകണം. കാരണം നാം എല്ലാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മെ സ്നേഹിച്ചവനാണ് കർത്താവ്. സൗരഭ്യ വാസനയുള്ള യാഗമായി തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട്, തന്നെ തന്നെ യാഗമായി അർപ്പിച്ചുകൊണ്ട് ക്രിസ്തു ലോകത്തെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹിക്കുക എന്നതാണ്. സ്നേഹത്തിലൂടെയാണ് നമുക്ക് ദൈവത്തെ, ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലൂടെ പ്രകടമാക്കുവാനായിട്ട് കഴിയുന്നത്, ക്രിസ്തുവിന്റെ സുഗന്ധമായിട്ട് മാറുവാൻ കഴിയുന്നത്. പൗരോഹിത്യ ശുശ്രൂഷ അത് സ്നേഹത്തിന്റെ സുഗന്ധമാണ്. യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ പറയുന്നത് ദൈവം സ്നേഹം തന്നെ എന്നാണ്. എവിടെയാണോ ആത്മാർത്ഥമായ സ്നേഹം പ്രകടമാകുന്നത്, എവിടെയാണോ ത്യാഗോജ്വലമായ സ്നേഹം പ്രകടമാകുന്നത്, എവിടെയാണോ തനിക്കായിട്ട് ഒന്നും പ്രതീക്ഷിക്കാതെ നൽകുന്ന വിട്ടുകൊടുക്കലിന്റെ സ്നേഹം പ്രകടമാകുന്നത്, ആ ഇടത്ത് ദൈവമാണ് പ്രകടമാകുന്നത്. ക്രിസ്തുവിന്റെ സ്നേഹമാണ് നാം പ്രകടിപ്പിക്കുന്നത്.
ക്രിസ്തുവിന്റെ സുഗന്ധമായിട്ട് നാം മാറുന്നത് സ്നേഹത്തിലൂടെയാണ്. സ്നേഹത്തിന്റെ സുഗന്ധമായി നാം മാറുകയാണ്. ദൈവജനമേ, പൗരോഹിത്യ ശുശ്രൂഷ സ്നേഹത്തിന്റെ സുഗന്ധമായിട്ട് മാറുന്നുണ്ടോ? ഫാദർ ഡാൽമിയനും ഗ്രഹാം സ്റ്റെയിലും തുടങ്ങിയ അനേകം മിഷണറി വര്യന്മാർ ക്രിസ്തുവിന്റെ സ്നേഹമായി, സ്നേഹത്തിന്റെ ഗന്ധമായി ലോകത്തിന്റെ മധ്യേ ശുശ്രൂഷ അർപ്പിച്ചവരാണ്. ദ്വീപ് സമൂഹങ്ങളിൽ കുഷ്ഠരോഗികൾക്കിടയിലേക്ക് ശുശ്രൂഷകൾക്കായിട്ട് ഫാദർ ഡാൽമിയൻ കടന്നു പോകുമ്പോൾ അവരുടെ അരികിൽ കടന്നുപോയി ശുശ്രൂഷിച്ച് മടങ്ങുകയല്ല, അവരുടെ ഇടത്ത് അവരോടൊപ്പം പാർത്ത്, അവരോടൊപ്പം ഭക്ഷിച്ച്, അവരെ തൊട്ട് തലോടി ദൈവത്തിന്റെ, ക്രിസ്തുവിന്റെ സ്നേഹ സ്പർശമായിട്ട് മാറുന്ന ശുശ്രൂഷ. തങ്ങളെ തൊടുവാൻ ലോകം അറച്ചിടത്ത്, തങ്ങളെ മാറ്റി നിർത്തുവാൻ ലോകം ശ്രമിച്ചിടത്ത് മനുഷ്യ സ്നേഹിയായി ദൈവീക സ്നേഹവുമായിട്ട് അവരുടെ അരികിലേക്ക് കടന്നുപോയ ഫാദർ ഡാൽമിയനെ ആ ദേശം തിരിച്ചറിഞ്ഞത് ക്രിസ്തുവായിട്ടാണ്, മനുഷ്യനായിട്ടല്ല. ആ ജനങ്ങളുടെ ഇടയിലെ ശുശ്രൂഷകളുടെ മധ്യേ അതേ രോഗം തന്റെയും ശരീരത്തെ പിടിപെടുമ്പോഴും, ആ രോഗബാധിതനായി താൻ മരണക്കിടക്കയിലായിരിക്കുമ്പോഴും സ്നേഹത്തിന്റെ ഗന്ധമായി ആ ദേശത്തിന്റെ മധ്യേ മാറുവാൻ മിഷണറി വര്യന്മാർക്ക് കഴിഞ്ഞു എന്നതാണ്. ഈ ദൗത്യവുമായിട്ടാണ് ഇന്ന് നാം ലോകത്തിന്റെ മധ്യേ ആയിരിക്കുന്നത്. പ്രിയ ദൈവജനമേ, പ്രിയ ശുശ്രൂഷകരെ, പൗരോഹിത്യ ശുശ്രൂഷ സ്നേഹത്തിന്റെ ഗന്ധമാക്കി മാറ്റുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? സ്നേഹത്തിലൂടെ ക്രിസ്തുവിന്റെ സുഗന്ധം ലോകത്തിന് പകർന്നു നൽകുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? സ്നേഹം അതൊരു യാഗമാണ്, അതൊരു ത്യാഗമാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, സ്നേഹത്തിലൂടെ സൗരഭ്യ വാസനയുള്ള യാഗമായി കർത്താവ് തന്നെ സമർപ്പിച്ചു എന്നതാണ്. ഈ സമർപ്പണത്തിന്റെ ശുശ്രൂഷ, ഈ സ്നേഹത്തിന്റെ ശുശ്രൂഷ പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ പ്രകടമാക്കുവാനായിട്ട് നമുക്ക് കഴിയണം. മൂന്നാമതായി നാം പാഠമായി വായിച്ചു കേട്ട ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വേദഭാഗങ്ങൾ നമുക്ക് നൽകുന്ന മൂന്നാമത്തെ ചിന്ത, പൗരോഹിത്യ ശുശ്രൂഷ സമാധാനത്തിന്റെ സുഗന്ധം. പൗരോഹിത്യ ശുശ്രൂഷ സമാധാനത്തിന്റെ സുഗന്ധം. കർത്താവായ യേശുക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷ മധ്യേ യെരുശലേമിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ളതായ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും എതിർപ്പുകളും തന്റെ ശുശ്രൂഷയിൽ നേരിടുന്നുണ്ട്. കർത്താവ് 70 പേരെ കൂടി തിരഞ്ഞെടുത്ത് ഈ 2 ദേശത്തിന്റെ മധ്യേ അവരെ അയക്കുമ്പോൾ അവരോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ അയക്കുന്നത് സമാധാന വാഹകരായിട്ടാണ്. കൊയ്ത്ത് വളരെയുണ്ട് സത്യം, എന്നാൽ വേലക്കാരോ ചുരുക്കം. അതുകൊണ്ട് വേലക്കാർ ചുരുക്കമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവിക വേലയ്ക്കായി ഞാൻ നിങ്ങളെ അയക്കുകയാണ്. നിങ്ങൾ കടന്നു പോകേണ്ടുന്ന ഇടം എന്ന് പറയുന്നത് സ്വീകാര്യത ലഭിക്കുന്ന ഒരു ഇടമല്ല. ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകൾ എങ്ങനെ ആയിരിക്കുന്നോ അത്രത്തോളം പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നിറഞ്ഞ ഇടങ്ങളിലേക്കാണ് ഞാൻ നിങ്ങളെ അയക്കുന്നത്. ചില ഇടങ്ങളിൽ ശുശ്രൂഷയുമായിട്ട് കടന്നു പോകുമ്പോൾ നിങ്ങൾ അംഗീകരിക്കപ്പെട്ടേക്കാം, ബഹുമാനിക്കപ്പെട്ടേക്കാം. ആ ഇടങ്ങളിൽ നിങ്ങൾക്ക് മുമ്പിൽ സമൃദ്ധമായ ഭക്ഷണ മേശകൾ ഒരുങ്ങുന്നുണ്ടാകാം. ദേശം നൽകുന്ന അംഗീകാരങ്ങളും ഭക്ഷണങ്ങളും ഭക്ഷിച്ച് അവരുടെ സ്നേഹത്തിന്റെ ഭാഗമായിട്ട് മാറി ആ കുടുംബത്തിന് മേൽ, ആ ദേശത്തിന്റെ മേൽ സമാധാനം പകർന്നു നൽകുക. അതോടൊപ്പം തന്നെ ക്രിസ്തുവിന്റെ സുവിശേഷം ദേശത്തോട് അറിയിക്കുക. ചില ഇടങ്ങളിലൊക്കെ നിങ്ങൾ അംഗീകരിക്കപ്പെട്ടില്ല എന്ന് വരാം. ചിലയിടങ്ങളിൽ നിങ്ങളെ തിരസ്കരിച്ചു എന്ന് വരാം. നിങ്ങൾക്ക് മുമ്പിലേക്ക് ഒരു മേശയും ഒരുങ്ങാതെ പട്ടിണിയുടെ, ഇല്ലായ്മയുടെ അനുഭവങ്ങളിലൂടെയും നിങ്ങൾ കടന്നു പോകാം. ആ ഇടത്തും ആ ദേശത്തും ദൈവിക സുവിശേഷം അറിയിച്ചുകൊണ്ട് മടങ്ങുക എന്നതാണ് അവർക്ക് നൽകുന്ന നിർദ്ദേശം. വചനം പറയുന്നത് ഇങ്ങനെയാണ്, ദൈവിക സുവിശേഷവുമായി ലോകത്തിന്റെ മധ്യേ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾ സമാധാനത്തിന്റെ ഉദാഹരണങ്ങളായിട്ട് മാറുക എന്നതാണ്. കർത്താവ് അവരോട് പറയുന്നത് ഇങ്ങനെയാണ്, സമാധാനം പങ്കുവയ്ക്കുക, സമാധാനം പകർന്ന് നൽകുക. ജനത്തിന്റെ ഇടയിലേക്ക് സമാധാനവാഹകരായി കടന്നു പോകേണ്ടുന്നവരാണ് പൗരോഹിത്യ ശുശ്രൂഷ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, പ്രിയ ദൈവിക ശുശ്രൂഷകരെ, നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നത് പുൽപ്പുറ്റിന് ഉള്ളിൽ നിന്ന് മാത്രം ശുശ്രൂഷ അർപ്പിക്കുവാനായിട്ടല്ല, പുൽപ്പുറ്റിന് പുറത്തേക്ക്, ദൈവജനത്തിന്റെ ഇടയിലേക്ക്, ദേവാലയത്തിന് പുറത്തേക്ക്, ദേശത്തിന്റെ ഗ്രാമങ്ങളുടെ ഊരുകളുടെ ഇടയിലേക്ക് കടന്നുപോയി ജനത്തെ കാണുവാൻ, അവന്റെ അവസ്ഥകളെ തിരിച്ചറിയുവാൻ, അവന്റെ ബലഹീനതകളെ മനസ്സിലാക്കുവാൻ, അവന് ആശ്വാസമായിട്ട് മാറുവാൻ, അവന് സമാധാനമായിട്ട് മാറുവാൻ, ക്രിസ്തുവിന്റെ ഗന്ധമായി മാറുവാൻ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുകയാണ്. സൗത്ത് കേരള ഡയോസിസിന്റെ ശുശ്രൂഷകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷകളിൽ ഒന്ന് പാസ്റ്ററൽ കെയർ ആണ്. അതുകൊണ്ട് തന്നെ ദേവാലയത്തിൽ നടക്കുന്ന ശുശ്രൂഷകൾ പോലെ തന്നെ ഓരോ മാസങ്ങളിലും കൃത്യമായിട്ടും ജനത്തിന്റെ അരികിലേക്ക് കടന്നു പോകുവാനും
അവന് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവന്റെ രോഗക്കിടക്കുകളിൽ, അവന്റെ ബലഹീനതകളിൽ, അവന്റെ ആവശ്യങ്ങളിൽ അവനിലേക്ക് ഇറങ്ങി ചെല്ലുവാനുമുള്ള ഒരു ആഹ്വാനം ദക്ഷിണേന്ത്യ സഭ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായി ഒരു വ്യക്തിയെ അഭിഷേകം ചെയ്യുമ്പോൾ ആ അഭിഷേകങ്ങൾക്കിടയിൽ അവരെ കൊണ്ട് എടുപ്പിക്കുന്ന തീരുമാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം ജനങ്ങളുടെ ഇടയിലേക്ക് കടന്നു പോകുന്ന ശുശ്രൂഷയാണ്. അവന്റെ രോഗക്കിടക്കുകളിൽ അവനെ ചെന്ന് കാണുവാൻ, അവന്റെ നഗ്നതകളിൽ അവനെ ഉടുപ്പിക്കുവാൻ, അവന്റെ പട്ടിണിയിൽ അവന്റെ വിശപ്പകറ്റുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. ഇത് സമാധാനത്തിന്റെ ശുശ്രൂഷയാണ്. സമാധാന വാഹകരായി ദൈവം നമ്മെ അയച്ചിരിക്കുകയാണ്. പ്രിയ ദൈവജനമേ, തകർന്നിരിക്കുന്ന സമാധാനം നഷ്ടപ്പെട്ട ജീവിതങ്ങൾക്ക് സമാധാനത്തിന്റെ ഗന്ധമായിട്ട് മാറുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? കർത്താവ് തന്റെ ശിഷ്യന്മാരോട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ചിലയിടങ്ങളിലൊക്കെ നിങ്ങൾ അംഗീകരിക്കപ്പെട്ടേക്കാം, ചിലയിടങ്ങളിലൊക്കെ തിരസ്കരിക്കപ്പെട്ടേക്കാം. തിരസ്കരിക്കപ്പെടുന്നു എന്നതുകൊണ്ട്, നിങ്ങൾക്ക് അംഗീകാരം ലഭിക്കുന്നില്ല എന്നതുകൊണ്ട്, മാറ്റി നിർത്തപ്പെടുന്നു എന്നതുകൊണ്ട് അവസാനിക്കേണ്ടുന്ന ശുശ്രൂഷയല്ല പൗരോഹിത്യ ശുശ്രൂഷ. തിരസ്കരിക്കപ്പെടുന്ന ഇടങ്ങളിലും അയച്ചവനിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് സമാധാനത്തിന്റെ സുഗന്ധമായിട്ട് മാറുവാൻ നമുക്ക് കഴിയണം. ഓർഡൈൻഡ് മിനിസ്ട്രി, പൗരോഹിത്യ ശുശ്രൂഷ ക്രിസ്തുവിന്റെ സുഗന്ധമാണ്. ക്രിസ്തുവിന്റെ സുഗന്ധം അത് വിശുദ്ധിയുടെ സുഗന്ധമാണ്. വിശുദ്ധിയുള്ള ഇടത്താണ് ദൈവത്തിന്റെ സുഗന്ധമായി, ക്രിസ്തുവിന്റെ ഗന്ധമായിട്ട് നമുക്ക് മാറുവാനായിട്ട് കഴിയുക. അത് സ്നേഹത്തിന്റെ ഗന്ധമാണ്. സ്നേഹം നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു ജനതയ്ക്ക് ത്യാഗോജ്വലമായ സ്നേഹത്തിന്റെ ഭാവമായി മാറുവാനായിട്ട് നമുക്ക് കഴിയണം. അത് സമാധാനത്തിന്റെ ഗന്ധമാണ്. സമാധാനം നഷ്ടപ്പെട്ട് വേദനകളിലും നിരാശകളിലുമായിരിക്കുന്ന ജനതയുടെ മധ്യേ സമാധാനത്തിന്റെ ഗന്ധമായി, ക്രിസ്തുവിന്റെ സുഗന്ധമായിട്ട് മാറുവാൻ ഈ നാളുകളിൽ ദൈവം നമ്മെ ഒരുക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.